ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോട്ടുകോണം മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയുടെ തോടൊക്കെ ഒന്ന് ചെത്തിയിട്ട് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും നല്ലവണ്ണം കഴുകി റെഡിയാക്കി തോടൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുക എന്താണ്, ഞാനൊരു ഫ്രൂട്ടി ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 മാങ്ങയും ഒരു പച്ചമാങ്ങയും എടുത്ത് കുക്കറിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇതാണ്. എത്ര മാസം വേണമെങ്കിലും നമുക്ക് ഈ ഫ്രൂട്ടി സൂക്ഷിച്ച് വയ്ക്കാം. 1 വർഷം വരെ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ ഫ്രൂട്ടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. കടയിൽ നിന്നൊന്നും പോയി വാങ്ങി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ്. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് സമാധാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, അല്ലെ വിശ്വസിച്ച് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആരെങ്കിലും വിരുന്നുകാർ വരുന്നെങ്കിൽ നമുക്ക് നാരങ്ങ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് കുറച്ചെടുത്ത് കലക്കി കൊടുത്താൽ മതി. കുക്കറൊന്ന് അടച്ചിട്ട് കുക്കറിൽ 2 വിസിലൊക്കെ കേട്ടു. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങ, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാടൊന്നും വിസിൽ കേൾക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ കേട്ടാൽ മതി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മാങ്ങയും ഇതിൻ്റെ ജ്യൂസും ഒരു പ്രത്യേകം ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പ്രത്യേകം കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം എല്ലാം ഒരുമിച്ചടിച്ചാൽ നല്ലവണ്ണം അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ജ്യൂസ് കുറച്ച് ഇതിൻ്റെ കണ്ടോ ഈ വെള്ളം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബാക്കി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ജ്യൂസ് ഒഴിച്ച് വീണ്ടും ക്രഷ് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ നല്ലവണ്ണം മാങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് അരിപ്പ വെച്ചിട്ടായിരിക്കും. അരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇതിൻ്റെ നാരുകൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും പറ്റിയതാണ് ഇതിൻ്റെ നാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നല്ല തിക്കായിട്ട് നമുക്ക് അതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ടി ഉണ്ടാക്കുന്ന ജോലി. ഇനി ഞാൻ ഇതിനെ കുറച്ച് ഒരു ജഗ്ഗിലോട്ടൊന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് കുറച്ച് ഇപ്പോൾ ഒരു 2 ഗ്ലാസ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ടി ഉണ്ടാക്കുന്ന ജോലി. ഇത് ഒഴിച്ച് അടച്ചു വെച്ചിരുന്നാൽ ആ വിരുന്നുകാർ വരികയോ നമുക്ക് ദാഹം വരികയോ ചെയ്യുമ്പോൾ കുറേശ്ശെ ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് വെള്ളം ചേർത്ത് നമുക്ക് കുടിക്കാവുന്നുള്ളതേ ഉള്ളൂ. നല്ല സൂപ്പർ ഫ്രൂട്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് നല്ല തിക്കാണ്. ഇതിന് 1 സ്പൂൺ എടുത്താൽ തന്നെ ഒരു 2 ഗ്ലാസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതങ്ങോട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. 6 മാസം വരെ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഞാനൊരു ചെറിയ ഹോളുള്ള അടപ്പ് വെച്ചിട്ടാണ് ഇത്. ഈ ജഗ്ഗിൻ്റെ അടപ്പ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 6 മാസത്തേക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഈ ചൂടത്ത് ഇതെല്ലാം തീർന്നു കിട്ടും. പക്ഷേ എങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ഫ്രൂട്ടി കുടിക്കാൻ പറ്റും. ബാക്കി വന്നത് ഞാൻ ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എത്രത്തോളം വെള്ളം ചേർക്കാം എന്നുള്ളത് നമുക്കറിയാം. നല്ല തിക്കായിട്ടാണ് ഇതായിരിക്കുന്നത്. ഇത് ഞാൻ അരിപ്പ വെച്ച് അരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നല്ല മധുരവും ഉണ്ട് കേട്ടോ. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതനുസരിച്ച് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും നല്ല തിക്കായിട്ടിരിക്കുവാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഉച്ചയ്ക്കൊക്കെ നമ്മുടെ ഈ ചൂട് കൊണ്ട് പൊരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ ഭയങ്കര എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിലും മാങ്ങയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും പറ്റിയതാണ്. ഇതാ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഫ്രൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾ കാണിച്ചിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കുന്ന അതിൽ ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചേക്കും. അങ്ങനെ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഐസ് ക്യൂബ് ഞാൻ വലിയ കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഐസ്ക്രീം മോഡ് വെച്ചിട്ട് ഞാൻ ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കും. ഇതാ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുടിച്ച് നോക്കാം. നമ്മുടെ ചൂടും ഒക്കെ പെട്ടെന്ന് തന്നെ ശമിച്ച് കിട്ടും. നമുക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ഒരു ഉണർവും ഒക്കെ ഉണ്ടാകാൻ ഈ മാംഗോ ഫ്രൂട്ടി ഒന്ന് കുടിച്ചു നോക്കുക. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുക. നമുക്ക് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ പൾപ്പ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതാണ്ടോ തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്പൂൺ എടുത്താൽ മതി, നമുക്കൊരു 2 ഗ്ലാസ് ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.